ഹായ് ഗൈസ്, ഫാമിലിയായിട്ട് പോകാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ബാംഗ്ലൂർ മൈസൂർ റോഡ് ട്രിപ്പ് പ്ലാനാണോ നമ്മൾ നോക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചു. കോഴിക്കോട് നിന്ന് തുടങ്ങി വയനാട് ചുരത്തിൻ്റെ കാഴ്ചകളും ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ കാഴ്ചകളും ഗുണ്ടൽപേട്ടിലെ പൂപ്പാടങ്ങളെല്ലാം കണ്ട് മനമടുപ്പിക്കുന്ന മൈസൂർ ഹൈവേയിലേക്ക് കടക്കാതെ നേരെ ഗുണ്ടൽപേട്ടിൽ നിന്ന് ചാമരാജനഗർ വഴി ശിവനസമുദ്രയിലേക്ക് പിടിക്കാം. കർണാടകയിലെ ഉൾഗ്രാമങ്ങളിലെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ശിവനസമുദ്രയിലെ വെള്ളച്ചാട്ടവും നല്ല ഫ്രഷ് ഫിഷും ഒക്കെ കഴിച്ച് രാത്രിയോടെ ബാംഗ്ലൂർ എത്താം. സെക്കൻഡ് ഡേ ബന്നാർഘട്ട നാഷണൽ പാർക്കിലേക്ക് വിട്ടാൽ ഒരു സഫാരിയും സൂവിൻ്റെ കാഴ്ചകളും ബട്ടർഫ്ലൈ പാർക്കൊക്കെ കണ്ട് വേണമെങ്കിൽ ബാംഗ്ലൂർ ഒരു പർച്ചേസും കഴിഞ്ഞ് പിറ്റേ ദിവസം മൈസൂരിലേക്ക് പിടിക്കാം. മൈസൂരിലെത്തും മുമ്പ് ശ്രീരംഗപട്ടണത്തുള്ള ത്രിവേണി സംഗമയും ടിപ്പു സുൽത്താൻ്റെ ഖബറിടവും അതുപോലെ സമ്മർ പാലസും ഒക്കെ കണ്ട് വൈകിട്ടോടെ വൃന്ദാവൻ ഗാർഡനിലെത്താം. വൃന്ദാവൻ ഗാർഡനിലെത്തി ഫാമിലിയായി അല്പനേരം സ്പെൻഡ് ചെയ്ത് വൈകിട്ട് നടക്കുന്ന വാട്ടർ ഫൗണ്ടൻ കാഴ്ചകളൊക്കെ കണ്ട് അന്ന് മൈസൂരിൽ തങ്ങാം. പിറ്റേന്ന് മൈസൂരിലെ പാലസിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് മടങ്ങുന്ന വഴി ഗുണ്ടൽപേട്ടുള്ള ഹിമവത് ഗോപാൽ സ്വാമി ഹിൽസിലും കയറാൻ മറക്കരുത്. സോ ഒരു 4 ദിവസത്തെ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെയാണ്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, കാണാൻ മറക്കണ്ട. കൂടെ ഇതുപോലുള്ള വീഡിയോസിന് ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഇറ്റ്സ് മൈ വിൻസൺ സൈനിങ് ഓഫ്.